ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറയ്ക്കുവാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. ശലോമോൻ പറയുകയാണ്, ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. ആ ദൈവം പ്രവർത്തിക്കുന്നതിനോട്, ദൈവം ചെയ്തിരിക്കുന്നതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറയ്ക്കുവാനും ആർക്കും കഴിയുന്നതല്ല, ഒരു മനുഷ്യനും കഴിയുന്നതല്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ മനുഷ്യർ ഭയപ്പെടണം. അതിനുവേണ്ടി ദൈവം ചെയ്തിരിക്കുന്നത് മുഴുവനും ശാശ്വതമാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ലോകത്തിൽ ജീവിച്ചിരുന്ന മഹാജ്ഞാനികളെക്കാളും ശലോമോൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് അതിവിശിഷ്ടമായിരുന്നു. ദൈവം കൊടുത്ത ജ്ഞാനമായിരുന്നു ശലോമോന്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം കൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വചനങ്ങളെ ദൈവം തന്നിലൂടെ എഴുതിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. ദൈവം ചെയ്യുന്നതും ദൈവം പറയുന്നതും സകലവും അങ്ങനെ തന്നെ നടക്കും, അങ്ങനെ തന്നെ നിൽക്കുവാൻ ഇടയായിത്തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വേദപുസ്തകത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് അഗോചരമായ പ്രവൃത്തികളാണ്. ദൈവം ചെയ്തിരിക്കുന്നത് മുഴുവനും നിലനിൽക്കുന്നതാണ്. അത് ശാശ്വതമായതാണ്, ഒരിക്കലും മാറിപ്പോകാത്തതാണ്. യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ദൈവം ചെയ്തിരിക്കുന്നത് മുഴുവനും ശാശ്വതമായതാണ്, നിലനിൽക്കുന്നതാണ്, മാറിപ്പോകാത്തതാണ്. ആ ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. നമ്മുടെ ദൈവം സർവവ്യാപിയായ ദൈവമാണ്. ആ ദൈവം ചെയ്യുന്നതൊക്കെയും എന്ത് ചെയ്താലും അത് സകലതും നിലനിൽക്കുന്നതാണ്, അതൊരിക്കലും മാറിപ്പോകാത്തതാണ്, അതിന് മാറ്റം സംഭവിക്കാത്തതാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ചിലപ്പോൾ നാം ചിന്തിച്ചേക്കാം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യുമ്പോൾ അത് നമുക്ക് ദോഷമെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അതിൻ്റെ അവസാനം അനുഗ്രഹമായിരിക്കും. പിന്നത്തേതിൽ അത് നന്മയെന്ന് പറയത്തക്കവണ്ണം ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരായിത്തീരണം. ആ കർത്താവ് എന്തു ചെയ്തുവെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ ദൈവം സർവശക്തനും സർവജ്ഞാനിയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? പ്രിയ ദൈവത്തിൻ്റെ ജനമേ,
നാം ആ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ദൈവം ചെയ്തിരിക്കുന്നത് മുഴുവനും ശാശ്വതമാണ്. നാം ആകാശത്തിലേക്കൊന്ന് നോക്കിക്കേ. നക്ഷത്രങ്ങളെ നമ്മുടെ ദൈവം പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 147 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ആകാശത്തിലേക്ക് നോക്കുമ്പോൾ എത്രമാത്രം നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളെ മുഴുവനും പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. ആ ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമാണ്. ആ ദൈവം ചെയ്തിരിക്കുന്നത് മുഴുവനും ശാശ്വതമാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എത്രമാത്രം അത്ഭുതകരമായിട്ടാണ്, എത്രമാത്രം അഗോചരമായിട്ടാണ് ആ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം 139 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. അത് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത് മുഴുവനും നന്മ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ വേദന വന്നാലും ദുഃഖം വന്നാലും പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും അതിനെ മുഴുവനെയും മാറ്റിയിട്ട് സകലത്തെ അനുഗ്രഹമാറ്റി മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അത് മനസ്സിലാക്കിയ ശലോമോൻ ഇവിടെ പറയുകയാണ്: ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറയ്ക്കുവാനും കഴിയുന്നതല്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തെ മനുഷ്യർ ഭയപ്പെടണം. ആ ദൈവം ആരെന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ ആരാധിക്കണം, ആ ദൈവത്തെ സ്തുതിക്കണം. ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യതയിലേക്കുള്ള ആ പോക്കിന് വേണ്ടി നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരുങ്ങി നാം ദൈവസന്നിധിയിൽ നിൽക്കണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യിരെമ്യാ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യിരെമ്യാ പ്രവചനം 31 അധ്യായം അതിൻ്റെ 35, 36 വാക്യങ്ങളിൽ വായിക്കുന്നു: സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഈ വ്യവസ്ഥ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നു എങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എൻ്റെ മുൻപിൽ നിന്ന് ഒരു ജാതിയാകാതെ വണ്ണം മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവൻ, അതിനെ യഥാക്രമത്തിൽ നിർത്തിയിരിക്കുന്നവൻ ദൈവമാണ്. സർവശക്തനായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമായ പ്രവൃത്തികളാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. 90 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിത്യനായ സർവശക്തനായ മാറ്റമില്ലാത്തവനായ ആദിയും അന്തവും അറിയുന്നവനായ ദൈവം, ആ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത് മുഴുവനും ശാശ്വതമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്,
സത്യവാനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കും വാക്കുകൾക്കും ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. ഒരു വ്യക്തിക്കും അതിനോടൊന്നും കൂട്ടുവാൻ കഴിയത്തില്ല, അതിൽ നിന്നൊന്നും കുറപ്പാനും കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുമുള്ളതാണ്. അത് മാറ്റമില്ലാത്ത വചനമാണ്. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഒരിക്കലും മാറ്റം വരത്തില്ല. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീണ വചനത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സങ്കീർത്തനങ്ങൾ 33:11 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യഹോവയുടെ ആലോചന, യഹോവയുടെ പ്രവർത്തികൾ, യഹോവയുടെ ചിന്തകൾ, അവൻ ചെയ്തിരിക്കുന്നത് മുഴുവനും ശാശ്വതമാണ്. അത് നിലനിൽക്കുന്നതാണ്, മാറ്റമില്ലാത്തതാണ്, ഒരിക്കലും മാറിപ്പോകാത്തതാണ്. ഒരു മനുഷ്യർക്കും അതിനെ മാറ്റുവാൻ കഴിയത്തില്ല, ഒരു വ്യക്തികൾക്കും അതിൽ നിന്ന് കുറയ്ക്കുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയാണ്, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കുവാനും ഒന്നും കൂട്ടുവാനും കഴിയുന്നതല്ല. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മനുഷ്യർ ദൈവത്തെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുകയാണ്. നാം ആകാശത്തിലേക്ക് നോക്കണം, സമുദ്രത്തിലെ തിരകളെ നാം നോക്കണം. അതിന് ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്, അതിനപ്പുറം കടന്നു വരുവാൻ പറ്റത്തില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം സർവശക്തനായ ദൈവമാണ്, ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. ആ ദൈവമാണ് നക്ഷത്രങ്ങളെ യഥാക്രമത്തിൽ നിർത്തിയിരിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം അത് മനസ്സിലാക്കി ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ആ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നാം ഒന്നായിത്തീരുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നാം സമർപ്പിക്കുന്നവരായിത്തീരണം. ദൈവം ദാവീദിനോട് പറഞ്ഞു, ഞാൻ നിന്നെയും നിൻ്റെ ഗൃഹത്തെയും എന്നേക്കും സ്ഥിരപ്പെടുത്തും. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 2 ശമൂവേലിന് എഴുതിയ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 16 പറയുകയാണ്: നിൻ്റെ ഗൃഹവും നിൻ്റെ രാജത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തോട് കൂടെ നടന്ന, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനെന്ന് പറഞ്ഞ ആ ദാവീദിനോട് ദൈവം പറയാണ്, സർവശക്തനായ ദൈവം പറയാണ്, നിൻ്റെ ഗൃഹവും നിൻ്റെ രാജത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ആ കർത്താവിൻ്റെ കൂടെയൊന്ന് നടക്കണം, നാം ആ കർത്താവിൻ്റെ ഹിതമൊന്ന് മനസ്സിലാക്കണം. ആ കർത്താവ് ആരാണെന്ന് നാം ഒന്ന് അറിയണം. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ദാവീദിനോട് പറഞ്ഞു, നിൻ്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ കർത്താവ് നമ്മെ ചേർക്കുവാൻ വീണ്ടും വരും. നമുക്ക് വേണ്ടി ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയിൽ നാം എത്തണമെങ്കിൽ ആ കർത്താവിനോട് കൂടെ നാം നടക്കണം. ആ കർത്താവിൻ്റെ പ്രവൃത്തികളെ നാം മനസ്സിലാക്കണം. ആ കർത്താവ് ചെയ്തതിനെ നാം ഓർക്കണം. നമുക്ക് വേണ്ടി ദൈവം ചെയ്തതെന്താ? തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു, നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമുക്കൊരു നിത്യത തരുവാൻ, നമുക്കൊരു നിത്യജീവനെ തരുവാൻ വേണ്ടി ആ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ആമേൻ ഹാലിൽ 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് ആമേൻ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ആ കർത്താവിലായിരിക്കണം നമ്മുടെ ആശ്രയം മുഴുവൻ, ആ കർത്താവിലായിരിക്കണം നമ്മുടെ നോട്ടം മുഴുവൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം ചെയ്തത്, ദൈവം പ്രവർത്തിച്ചത് മുഴുവനും ശാശ്വതമാണ്. അതിനോട് നമുക്ക് കൂട്ടുവാൻ കഴിയത്തില്ല, അതിൽ നിന്ന് കുറയ്ക്കുവാനും നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, ആ കർത്താവിന് വേണ്ടി ജീവിക്കാം, ആ കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.